ഇന്ന് ഇവിടെ ഞാൻ തയ്യാറാക്കുന്നത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് തയ്യാറാക്കുന്നത്. കുട്ടികൾക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഈ ഫ്രഞ്ച് ഫ്രൈസ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും ഇത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇത് വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുന്നതാണ്. ഈ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ഉരുളൻകിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ഉരുളൻകിഴങ്ങ് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരേ വലിപ്പത്തിലും അതുപോലെ ഏകദേശം ഒരേ ഷേപ്പിലുമുള്ള ഉരുളൻകിഴങ്ങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ കറക്റ്റ് ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിൽ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരുപാട് പൈസയൊക്കെ മുടക്കി കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഹോട്ടലുകളിൽ നിന്നും ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിക്കൊടുക്കാറുണ്ട്. പക്ഷെ അതിന്റെ പകുതി പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ആവശ്യാനുസരണം വീട്ടിലുള്ള എല്ലാവർക്കും ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ 1 കിലോ ഉരുളൻകിഴങ്ങിന്റെ തൊലിയെല്ലാം കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി ഇതേ രീതിയിൽ ഒന്ന് കൊണ്ടുവരിക. എന്നിട്ട് ഇനി ഇത് നമുക്ക് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് മുന്നായിട്ട് ഇത് നല്ല ചതുരത്തിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ ഷേപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നീളത്തിൽ ഇത് കട്ട് ചെയ്യുമ്പോൾ ഉരുളൻകിഴങ്ങിന്റെ കഷ്ണങ്ങൾക്കെല്ലാം ഒരേ നീളവും അതുപോലെ തന്നെ ഒരേ ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന ഉരുളൻകിഴങ്ങെല്ലാം വെള്ളത്തിനകത്തേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കുക. കാരണം ഇത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഉരുളൻകിഴങ്ങിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പെല്ലാം ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇനി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു അരമണിക്കൂർ സമയമെങ്കിലും ഇതുപോലെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം. അതിനുശേഷം 2-3 പ്രാവശ്യം നല്ല തണുത്ത വെള്ളത്തിൽ ഇതൊന്ന് കഴുകി എടുത്തിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. ഞാനിവിടെ 1 കിലോ ഉരുളൻകിഴങ്ങ് വാങ്ങിയെങ്കിലും അതിനകത്ത് 1-2 ഉരുളൻകിഴങ്ങ് കേടായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കുന്നില്ല. ബാക്കിയുള്ള ഉരുളൻകിഴങ്ങ് കൊണ്ടാണ് ഞാൻ ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുന്നത്. ഇപ്പൊ നമ്മൾ ഉരുളൻകിഴങ്ങ് എല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകി നല്ല വൃത്തിയാക്കി നമുക്കൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചു കൊടുക്കുക. ആ പാത്രത്തിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് ചെറുതായിട്ട് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിനകത്തേക്ക് 1 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് അരമുറി നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും നാരങ്ങാ നീരും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നാരങ്ങാ നീരും ഉപ്പും വെള്ളത്തിനകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വരുന്നതിന് വേണ്ടിയാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഒരു 2-3 മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഉപ്പും നാരങ്ങാ നീരും എല്ലാം വെള്ളത്തിനകത്ത് നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വീണ്ടും ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം കഴുകി കൊണ്ടുവന്നിരിക്കുന്ന ഉരുളൻകിഴങ്ങിന്റെ കഷ്ണങ്ങളെല്ലാം അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ വേവിച്ചു കൊടുക്കരുത്. ഒരു 50 മുതൽ 65% വരെ മാത്രം വേവിച്ചാൽ മതി. ഇത് നല്ലതുപോലെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ കഴിയുകയില്ല. കണ്ടില്ലേ, ഇപ്പൊ ഏകദേശം ഒരു 65% ഉരുളൻകിഴങ്ങിന്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കുക. അതിനുശേഷം ഇതിനകത്ത് കിടക്കുന്ന ഈ വെള്ളമെല്ലാം ഒന്ന് ഊറ്റിക്കളയുക. ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിത് കഷ്ണങ്ങളെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. പിന്നെ ഈ കഷ്ണങ്ങളെല്ലാം ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണങ്ങളിലൊക്കെ കുറേ വെള്ളത്തിന്റെ അംശങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഒരു പ്ലേറ്റിന്റെ മുകളിൽ ഉരുളൻകിഴങ്ങിന്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് നിരത്തി ഇട്ടുകൊടുത്തതിന് ശേഷം ഫാനിന്റെ താഴെ കൊണ്ടുപോയി ഏകദേശം ഒരു 1 മണിക്കൂർ മുതൽ ഒരു 1.5 മണിക്കൂർ സമയം വരെ നമുക്കൊന്ന് വെച്ചു കൊടുക്കാം. അപ്പൊ ഈ ഒരു 1.5 മണിക്കൂർ സമയം കൊണ്ട് തന്നെ ഉരുളൻകിഴങ്ങിന്റെ കഷ്ണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വെള്ളത്തിന്റെ അളവ് ഏകദേശം ഒരു 75% ഒന്ന് മാറിക്കിട്ടും. അങ്ങനെ മാറി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ ഉരുളൻകിഴങ്ങിന്റെ കഷ്ണങ്ങളെല്ലാം ഒരു പാത്രത്തിനകത്തേക്കൊന്ന് മാറ്റി കൊടുക്കുക. അത് ഞാൻ ഇവിടെ നിങ്ങളെ കാണിക്കുന്നില്ല. കണ്ടില്ലേ, 1.5 മണിക്കൂറിന് ശേഷം ഉരുളൻകിഴങ്ങിന്റെ കഷ്ണങ്ങളെല്ലാം ഞാനൊരു പാത്രത്തിൽ ഇട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പാത്രത്തിന്റെ അടപ്പ് വെച്ചൊന്ന് അടയ്ക്കുക. അടച്ചതിന് ശേഷം ഏകദേശം ഒരു 3 മണിക്കൂർ സമയം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. ഇപ്പോൾ ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് ഫ്രിഡ്ജിൽ നിന്നും ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിന്റെ അടപ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇനി കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ കോൺഫ്ലവറിനോടൊപ്പം തന്നെ അല്പം മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നതും വളരെയേറെ നല്ലതാണ്. ഉരുളൻകിഴങ്ങിന്റെ കഷ്ണങ്ങളിലെല്ലാം നല്ലതുപോലെ കോൺഫ്ലവറിന്റെ പൗഡർ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഇനി നമുക്ക് ഇതൊന്ന് വറുത്ത് എടുക്കാൻ വേണ്ടി കൊണ്ടുപോകാം.
അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിനകത്തേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെളിച്ചെണ്ണ ഒരു കാരണവശാലും ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. എണ്ണയെല്ലാം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉരുളൻകിഴങ്ങിന്റെ കഷ്ണങ്ങളെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓവർ ഫ്രൈ ആയിട്ട് എടുക്കരുത്. സാധാരണ ഹോട്ടലിലൊക്കെ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുമ്പോൾ അല്പം ഡാർക്ക് കളറായിട്ടാണ് തയ്യാറാക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ നല്ല 5 സ്റ്റാർ ഹോട്ടലിൽ തയ്യാറാക്കുന്ന അതേ രീതിയിൽ, അതായത് അതേ കളറിൽ തന്നെയാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു പരുവാണ് നമുക്കിത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഓവറായിട്ട് ഒരു കാരണവശാലും ഡാർക്കായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കരുത്. ഇങ്ങനെ കറക്റ്റായിട്ട് ആ ഒരു ഫ്രൈ ആയി കഴിയുമ്പം ഇത് കോരി ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. പിന്നീട് നമ്മുടെ കയ്യിൽ ബാക്കി അധികം വന്ന ഉരുളൻകിഴങ്ങിന്റെ കഷ്ണങ്ങൾ കൂടി ആ എണ്ണയ്ക്കകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ ആ ഒരു കറക്റ്റ് പരുവം വരുമ്പോൾ കോരി നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇതൊന്ന് മാറ്റി കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡിഷാണിത്. കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ മുതിർന്നവർക്കാണെങ്കിലും ഇത് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഇതിന്റെ ഒരു അഭിപ്രായം അത് നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ ഒന്ന് അറിയിക്കുക. സാധാരണ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയൊന്നും ഇട്ടുകൊടുത്തല്ല ഇത് വേവിക്കുന്നത്. പക്ഷെ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന്റെ കാരണം ആരോഗ്യപരമായിട്ട് ഇത് വളരെയേറെ ഗുണകരമാണ്. കാരണം നമ്മുടെ ഉരുളൻകിഴങ്ങിനകത്ത് എന്തെങ്കിലും ഇനി വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയാണ് അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഞാൻ ഇത് തയ്യാറാക്കി എടുത്തത്. ഇപ്പോൾ ഉരുളക്കിഴങ്ങെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് തന്നെ ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കുക. എന്നിട്ട് അതിന്റെ അഭിപ്രായം എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക.